ഹലോ, ഇന്ന് നമ്മൾ 9th ചാപ്റ്റർ നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് ന്യൂനസംഖ്യകൾ എന്ന പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ എന്ന് പറഞ്ഞാൽ നത്തിങ് എന്നാണല്ലേ, ഒന്നുമില്ല എന്നാണ് അർത്ഥം അല്ലേ. ഇനി നമ്മുടെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് സീറോ ആണോ? അല്ല, സീറോനേക്കാളും ചെറുതായിട്ടുള്ള എത്രയോ സംഖ്യകളുണ്ടല്ലേ. സീറോനേക്കാളും ചെറുതായിട്ടുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുക? നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് ന്യൂനസംഖ്യകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, സീറോന് ചെറുതായിട്ടുള്ള നമ്പേഴ്സാണ് ഇതൊക്കെ. -1, -2, -3, -4, -5 അങ്ങനെ മൈനസ് ഇൻഫിനിറ്റി വരെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ സീറോ, ഈ സീറോൻ്റെ റൈറ്റിലേക്ക് പോകുന്തോറും നമ്പേഴ്സിൻ്റെ വാല്യൂ എന്താണ്? കൂടി വരുന്നല്ല ചെയ്യണത്. അതായത് സീറോനേക്കാളും വലുതാണ് 1, 1നേക്കാളും വലുതാണ് 2, അങ്ങനെ 3, ഇങ്ങനെ വലുതായി അല്ലേ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സീറോൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ എന്താണുള്ളത്? -1, -2, -3 അങ്ങനെയാണ്. അതായത് ഇങ്ങോട്ടേക്ക് പോകുന്തോറും വാല്യൂ എന്താണ്? കുറഞ്ഞ് വരികയാണ്. അതായത് സീറോനേക്കാളും ചെറുതാണ് -1, -1നേക്കാളും ചെറുതാണ് -2 അല്ലേ, അതിനേക്കാളും ചെറുതാണ് -3, -4, -5 അല്ലേ. ഇതൊക്കെ നമുക്ക് അറിയണ കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സീറോനേക്കാളും ചെറിയ നമ്പേഴ്സാണ്. ഈ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് കുറേ സ്ഥലത്ത് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടാവും. എവിടെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും വാട്ടറിൻ്റെ ഫ്രീസിങ്, അതായത് വെള്ളത്തിൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അതായത് വെള്ളം ഐസ് ആവണത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പം അതിനും താഴെ ടെമ്പറേച്ചറുള്ള ഒരുപാട് സ്ഥലമുണ്ട് നമ്മുടെ ചുറ്റും. നമ്മൾ കുറേ കൺട്രീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കുറേ സ്ഥലമൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ -1ഉം -1 ഡിഗ്രി സെൽഷ്യസും അല്ലെങ്കിൽ -8 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ സ്നോ ഒക്കെ ഫുള്ള് മൂടിക്കിടക്കുന്ന സ്ഥലത്തുള്ളൊക്കെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ നെഗറ്റീവ് വാല്യൂസ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് നെഗറ്റീവിൻ്റെ അതിൻ്റെ കാൽക്കുലേഷൻസൊക്കെയാണ്. അതായത് അതിൻ്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷനും, നെഗറ്റീവ് ന്യൂനസംഖ്യകൾ കുറക്കാനും കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എന്താ പറയുക, 7 - 5 എന്ന് പറഞ്ഞാൽ എന്താടാ? നമുക്കറിയാം 7 5 കുറച്ചാൽ 2 അല്ലേ, അത് നമുക്കറിയാം അല്ലേ. ഇനിയിപ്പോൾ അതുപോലെ 5 - 7 എന്നാണെങ്കിലോ എന്തായിരിക്കും? ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കാൻ നമുക്കറിയാം. ഇനിയിപ്പോൾ ഇത് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കാനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കും. അപ്പോൾ 7 - 5 അല്ലേ. എന്നിട്ട് നമ്മൾ വലിയ സംഖ്യേൻ്റെ സൈൻ എന്താണോ, അതായത് വലിയ സംഖ്യേൻ്റെ മുമ്പിലുള്ളത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയിട്ട് വലിയ സംഖ്യേൻ്റെ മുമ്പിലുള്ളത് എന്താണോ അതിട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അതായത് വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വലിയ സംഖ്യേൻ്റെ സൈന്, അതായത് വലിയ സംഖ്യേൻ്റെ മുമ്പിലുള്ളത് ചിഹ്നം ഇട്ട് കൊടുക്കും. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വലിയ സംഖ്യേൻ്റെ സൈൻ ഇട്ട് കൊടുക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? 7 - 5 2 ഇവിടെ വലിയ സംഖ്യ ഏതാണ്? 7 അല്ലേ. 7ൻ്റെ മുമ്പിൽ എന്താണ്? മൈനസ് അല്ലേ. അപ്പം നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് -2 ആണ്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 2 - 5 എന്തായിരിക്കും? അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കും. വലിയത് 5, 5ൽ നിന്ന് 2 കുറച്ചാൽ 3. വലിയ സംഖ്യേൻ്റെ സൈൻ ഇട്ട് കൊടുക്കും. വലിയ സംഖ്യേൻ്റെ മുമ്പിലുള്ളത് മൈനസ് ആണ്. അപ്പോൾ നമ്മൾ -3 ആയിരിക്കും ഇതിൻ്റെ ഒരു ആൻസർ. ഇനിയിപ്പോൾ നോക്കൂ, -7 -7 അല്ല, സോറി, 1 - 7 എന്നാണെങ്കിൽ എന്തായിരിക്കും അപ്പോൾ ആൻസർ? 1 - 7 എന്നാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കും. അതായത് 7ൽ നിന്ന് 1 കുറക്കും, 6. വലിയ സംഖ്യേൻ്റെ സൈൻ ഇട്ട് കൊടുക്കും, മൈനസ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ കിട്ടുക. ഇനിയിപ്പോൾ ഇത് നോക്കൂ, ഇനിയിപ്പോൾ നമുക്കിതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 5ൽ നിന്ന് 7 കുറക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പർ ലൈനിൽ 5 വരെ ഉണ്ട്. അപ്പോൾ നമ്മളോട് ഇത് 5ൽ നിന്ന് 7 കുറക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്? 5ൽ നിന്ന് 1 കുറച്ചു, 2 കുറച്ചു, 3 കുറച്ചു, 4 കുറച്ചു, 5 കുറച്ചു, 6 കുറച്ചു, 7 കുറച്ചു. അങ്ങനെ 7 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -2 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനെ നമ്പർ ലൈനിൽ വെച്ച് നമുക്ക് -2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്പർ ലൈൻ വെച്ച് ചെയ്ത് നോക്കിയാൽ പിന്നെ നമുക്കവിടെ തെറ്റൂല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. -6 + 2 ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? -6 + 2. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്പർ ലൈൻ്റെ -6 -7 ഒക്കെ ഉണ്ടാവില്ലേ, -7 ഒക്കെ ഉണ്ടാവും. നമ്മോട് പറഞ്ഞാൽ -6 + 2 ആണ്. അപ്പോൾ
-6ൻ്റെ കൂടെ 1 കൂട്ടി 2 കൂട്ടി, അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? -4 കിട്ടുക. -4 കിട്ടും. ഇനി നമുക്ക് മറ്റേ കേസിൽ ചെയ്ത് നോക്കിയാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കുക. എന്താണ്? വലുത് ഇവിടെ 6 6ന്ന് 2 കുറച്ചാൽ 4. വലിയ സംഖ്യൻ്റെ മുമ്പിലുള്ള ചിഹ്നം 6അല്ല ഇതിൽ വലുത്. 6ൻ്റെ മുമ്പിലുള്ള ചിഹ്നം എന്താണ്? മൈനസ് അല്ലേ? അപ്പോൾ -4 എന്ന് കിട്ടില്ലേ? ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇപ്പുറത്ത് ഒന്നുമില്ല, 5ൻ്റെ ഇപ്പുറത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ ഒരു പോസിറ്റീവ് സൈൻ ഉണ്ട് എന്നാണ്. അതായത് ഇവിടെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അതിനെ വിചാരിക്കേണ്ടത് ഇത് +5 ആണ്. അതായത് ഒരു പോസിറ്റീവ് ഇതിൻ്റെ മുമ്പിലുണ്ടെന്നാണ്. 5 എന്ന് പറയുന്നത് +5 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇത് നോക്കൂ, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ? ഒരു പ്ലസ് ഓപ്പറേഷൻ ഉണ്ട്, ഒരു ന്യൂനമുണ്ട്, ഒരു അതിസംഖ്യയാണ് ഇത് 5 എന്ന് പറയുന്നതിൽ. അപ്പോൾ ഇത് രണ്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, ഇവിടെ അതുപോലെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഒരു പോസിറ്റീവ് ഉണ്ട്. ഇങ്ങനെ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഉള്ള സംഖ്യ, അങ്ങനെ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഉള്ള സംഖ്യയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കണം. എന്നിട്ട് നമ്മൾ എന്താക്കണം? എന്തിൻ്റെ സൈനാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്? വലിയ സംഖ്യൻ്റെ സൈന് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ഈ ഒരു ഓപ്പറേഷനിൽ നമ്മൾ ഇത്രയാണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, എന്താ? നമ്മൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കല്ലേ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ നോക്കൂ, -5 + 4, ഒരു മൈനസ് ഓപ്പറേഷൻ ഉണ്ട്, ഒരു പ്ലസ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ എന്താണ്? വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറക്കുക. 5ന്ന് 4 കുറച്ചാൽ 1, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. എന്താണ്? മൈനസ് അല്ലേ? 5 അല്ലേ ഇവിടെ വലുത്? -1 ആയിരിക്കും. ഇനി അതുപോലെ -7 + 8, ഇതിലെന്താണ്? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കുക. 8 വലുത്, 7 ചെറുത്. 8ന്ന് 7 കുറച്ചാൽ 1, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. വലുത് എന്താണ് ഇവിടെ? 8 അല്ലേ? 8ൻ്റെ മുമ്പിൽ എന്താണ്? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഒന്നുമില്ലെങ്കിലും പോസിറ്റീവ് ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ? പോസിറ്റീവ് ആകുമ്പോൾ നമ്മളിവിടെ ഒന്നും ഇട്ട് കൊടുക്കണമെന്നില്ല. അതിന് ഒന്നുമില്ലെങ്കിലും നമ്മളതിന് പോസിറ്റീവായ ഒരു അതിസംഖ്യയാണിത്. ഒന്നും മുമ്പിലൊന്നും സൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു അതിസംഖ്യയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പോസിറ്റീവ് നമ്പർ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നോക്കൂ, -3 + 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് രണ്ടും സെയിം സംഖ്യയാണല്ലേ? അതിൻ്റെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഒരു പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0 ആയിരിക്കും. അതായത് ഒരു പോസിറ്റീവ് സംഖ്യയും അതിൻ്റെ തന്നെ നെഗറ്റീവ് സംഖ്യ ഉണ്ടെങ്കിൽ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയാൽ 0 ആയിരിക്കും. -5 + 5 എന്തായിരിക്കും? 0 ആയിരിക്കും. -1 + 1 എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അതായത് ഒരേ സംഖ്യൻ്റെ നെഗറ്റീവും പോസിറ്റീവും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞതാണെങ്കിൽ നമുക്ക് എന്താണ്? 0 ആയിരിക്കും ആൻസർ. അതിൻ്റെ ആൻസർ -5ഉം +5ഉം കൂടി ക്യാൻസൽ ആയിപ്പോയി 0 ആയിരിക്കും അതിൻ്റെ ആൻസർ. ഇത് ഓക്കെ ആണോ? ഇങ്ങനത്തെ, അതായത് ഇങ്ങനെ പ്ലസ് മൈനസ്, അതായത് ഈ ഒരു ഓപ്പറേഷൻ ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഒന്നുമില്ലെങ്കിൽ പോസിറ്റീവ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനത്തെ അതുപോലെ മൈനസും പ്ലസും ഇങ്ങനെ വരുന്ന സംഖ്യ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വലുതെന്ന് ചെറുത് കുറച്ച് എന്നിട്ട് വലിയ സംഖ്യൻ്റെ സൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കൂ, ഇവിടെ ഇനിയിപ്പോൾ -1 -2 എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 2 നെഗറ്റീവ് സൈനാണ്, 2 ന്യൂനസംഖ്യകളാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇത് രണ്ടും കൂടിയും ആഡ് ചെയ്യാം. 1 + 2 എന്താണ്? 3 അല്ലേ? എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ നമ്പർ ലൈൻ വെച്ച് നോക്കൂ, ഇത് റെഡി അല്ലേ എന്ന്. ഇങ്ങോട്ടേക്ക് 1 2 3 ഒക്കെ ഉണ്ടാവും, ഇങ്ങോട്ടേക്ക് -1 -2 -3 ഒക്കെയാണല്ലേ ഉണ്ടാവുക. അപ്പം ഇനി നോക്കൂ, നമ്മോട് എന്താ പറഞ്ഞാൽ -1 -2 -4 ഒക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങോട്ടേക്ക്. നമ്മോട് പറഞ്ഞാൽ -1 -2, അതായത് -1 ഇതാ, അതിന് -2 ചെയ്യാൻ. -1ന്ന് 1 മൈനസ് ചെയ്തു, അതുപോലെ ഒരു മൈനസും കൂടെ ചെയ്തു. അങ്ങനെ 2 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -3 എന്ന് കിട്ടില്ലേ? അപ്പോൾ -1ന്ന് -1 ചെയ്തു, -2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -3 ചെയ്തു. അപ്പോൾ നമ്മൾ ആൻസർ കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ ലൈൻ വെച്ച് ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നോക്കൂ, -10 -20 എന്തായിരിക്കും? രണ്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ്? -13. ഇനി -11 എന്തായിരിക്കും? -22. രണ്ടും കൂടെ കൂട്ടിയിട്ട്
മൈനസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുക. ഇത് ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 5 - 10. നമ്മൾ പറഞ്ഞു ഒരു പോസിറ്റീവും ഒരു മൈനസും ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു പ്ലസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഒരു പ്ലസ് ഉണ്ട് ഒരു മൈനസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വലുതിന്ന് ചെറുത് കുറക്കുക, എന്നിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പം എന്താണ് ഇതിൻ്റെ വലുതേതാ? 10 അല്ലേ? 10ന്ന് 5 കുറക്കുക, ചെറുത് കുറക്കുക, എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. 10ന്ന് 5 കുറച്ചാൽ 5 മൈനസ് ഇട്ട് കൊടുക്കുക, -5. ഇനി ഇവിടെ അതുപോലെ ഒരു മൈനസ് ഉണ്ട് ഒരു പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വലുതിന്ന് ചെറുത് കുറക്കുക, 10ന്ന് 5 കുറക്കുക, എന്നിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. വലുതിൻ്റെ സൈനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? -10 അല്ലേ? -5 അല്ലേ? സോറി, -5 ആണ്. ഇനി ഇവിടെ നോക്കൂ, -5 -10 ആണുള്ളത്. നമ്മൾ 2 മൈനസ് ആണെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 10 + 5 രണ്ടും കൂടെ ആഡ് ചെയ്യുക. 10 + 5 എന്താണ്? 15 ആണ്. എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക അല്ല വേണ്ടത്. 10 + 5 15 ആണ്. എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇവിടെ നോക്കൂ, -5 എന്തായിരിക്കും? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക, -10. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഇതാ ഒരു മൈനസ് ഉണ്ട് ഒരു പ്ലസ് ആണുള്ളത്. -5 + 5 രണ്ടും ഈക്വൽ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇത് രണ്ടും കട്ട് ചെയ്താണ്ട് 0 ആയിരിക്കില്ലേ ആൻസർ? ഇനി ഇവിടെ നോക്കൂ, -1/2 + 1/2 എന്താണ്? ഇതിൽ 1/2 ആണോ 1/2 ആണോ വലുത്? 1/2 അല്ലേ വലുത്? അപ്പോൾ ഇവിടെ ഒരു ആദ്യം നമ്മൾ സൈൻ നോക്കുക. അവിടെ ഒരു മൈനസ് ഉണ്ട് ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മൾ വലുതിന്ന് ചെറുതാലെ കുറക്കണ്ടേ. അപ്പോൾ എന്താണ്? 1/2 വലുത്. 1/2ന്ന് 1/2 കുറക്കുക, എന്നിട്ട് വലുതിൻ്റെ സൈന്, അതായത് വലുത് ഏതാണ് ഇതിൽ? 1/2 അല്ലേ? 1/2ൻ്റെ സൈനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പോസിറ്റീവാണ് നമുക്ക് ഇവിടെ സൈൻ ഉണ്ടാവുക. അപ്പോൾ 1/2ന്ന് 1/2 കുറച്ചാൽ എന്താടോ? 1/2 ഉണ്ട്. അതിന് 1/2 കുറച്ചാൽ 1 അല്ലേ ബാക്കി ഉണ്ടാവുക? നമ്മുടെ സൈൻ എന്താണ്? വലിയ സംഖ്യ 1/2 ആയതുകൊണ്ട് മുമ്പിൽ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഒന്നും ഇട്ട് കൊടുക്കണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ട് എന്നാണ് ഒന്നുമില്ലെങ്കിലും അർത്ഥം. അപ്പോൾ നമ്മുടെ ആൻസർ 1 ആണ്. ഇനി ഇവിടെ -1/2 -1/2 ഇവിടെ ഏതാണ് ചെറുത്? നമ്മൾ നോക്കുക, രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സംഖ്യ ഇട്ട് കൊടുക്കുകയാണല്ലേ വേണ്ടത്? നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 1/2ൻ്റെ കൂടെ 1/2 കൂട്ടിയാൽ എന്താണ്? 2 അല്ലേ? 2 നമ്മൾ എഴുതും. എന്നിട്ട് എന്താണ്? ഇവിടെ 2 മൈനസ് ആയതുകൊണ്ട് ഒരു മൈനസ് ഇട്ട് കൊടുക്കും അല്ലേ? ഇനി അടുത്തത് നോക്കൂ, -1/2 + 1/2. നമ്മൾ പറഞ്ഞു മൈനസ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്. ആൻഡ് ഇത് രണ്ടും സെയിം ആണ്. രണ്ടും 1/2 അല്ലേ? അപ്പോൾ രണ്ടും ക്യാൻസൽ ആവൂലേ? ഇതിലേതാ വലിയ സംഖ്യ ഏതാ ചെറിയ സംഖ്യ എന്നൊന്നുമില്ല. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ രണ്ടും ക്യാൻസൽ ആയിട്ട് എന്താണ്? 0 ആയിരിക്കും. ഇത്രയാണ്. ഇതൊക്കെ ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? ഇതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത്രയാണ് നമ്മൾ ഇന്ന് പറയണത്. ഇന്ന് പറഞ്ഞതൊക്കെ സിമ്പിൾ അല്ലേ? നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പോസിറ്റീവും ഒരു നെഗറ്റീവ് സംഖ്യ ഉണ്ടെങ്കിൽ പറഞ്ഞു. അതുപോലെ ഇങ്ങനെയുള്ള സംഖ്യ ആണെങ്കിലും പറഞ്ഞു അല്ലേ? അതുപോലെ 2 നെഗറ്റീവ് സൈൻസ് ഉള്ള സംഖ്യയാണെങ്കിലും പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ 2 കേസിലും വലുതിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ആൻഡ് ഇത് പറഞ്ഞത് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു നെഗറ്റീവ് സൈനാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ സിമ്പിളാണ്. ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.